ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ വല്യമാരൊക്കെ വെച്ചിരുന്ന ചക്കരച്ചോറില്ലേ, അതേ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. പണ്ടത്തെ വല്യമാരുണ്ടാക്കിയ ചക്കരച്ചോറ് ഉണ്ടാക്കുന്നത് അത് നല്ലൊരു പ്രത്യേക രുചിയാട്ടോ. ഞാൻ അതേപോലെ ചക്കരച്ചോറ് ഉണ്ടാക്കിയാണിത്. നല്ല നന്നായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല ഉഷാറായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചക്കരച്ചോറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടാക്കൊണ്ടു. നമുക്കേ അതിനൊരു കപ്പ് പച്ചരി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പച്ചരി ഇട്ടാണ്, നെയ്ച്ചോറ്റിൻ്റെ അരിയാണ്, കൈമ റൈസാണിത്. നെയ്ച്ചോറ്റിൻ്റെ അരിയാകുമ്പോൾ വേറെ ടേസ്റ്റാണ്. പച്ചരി കൊണ്ടും മുളങ്ങലരി കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ അപ്പോൾ നെയ്ച്ചോറ്റിൻ്റെ അരിയായിട്ട് ഉണ്ടാക്കണം. ഒരു കപ്പ് അരി ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഒരു കപ്പ് പച്ചരിക്ക് വേണ്ട കൂട്ടാണ് ഇപ്പോൾ ഞാനീ പറയുന്നത്. ചക്കരച്ചോറ്റിക്ക് വേണ്ട കേട്ടോ. ഒരു കപ്പ് അരിക്ക് എന്തൊക്കെ കൂട്ട് വേണ്ടുമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതൊക്കെ നല്ലോണം കഴുകി ഒരു 3-4 വട്ടം 2-3 വട്ടം കഴുകിയിട്ട് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി അരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പച്ചരിയൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്ക് ബാക്കിയുള്ള ചേരുവകൾ നോക്കാം. അതൊരു കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നന്നായി കഴുകി ഒരു കുക്കറിലിട്ട് കൊടുത്തിട്ടേ നമുക്ക് അതിക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ. ഒരു കപ്പ് പച്ചരിക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ ചേർത്തിക്കണത്. അതാണ് അതിൻ്റെ കറക്റ്റ് അളവാണ്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കാൻ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പാകത്തെ വേഗാക്കാരം. ഇനി നമുക്കിതിനെ ഉലുവ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളെ വല്യമാരൊക്കെ ഉണ്ടാക്കിയ ചക്കരച്ചോറ് കേട്ടോ. ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിലിടുന്നത്. ഇതിട്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊരു കുക്കറിൽ 2 വിസിൽ വന്നിട്ടേ, ആദ്യം ഒരു വലിയ വിസിലും പിന്നെ ചെറിയൊരു വിസിലും, 2 വിസിൽ വരുമ്പോൾ നന്നായി വന്നിട്ടുണ്ടാവും. അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് നിങ്ങൾ തുറന്ന് നോക്കിയും അപ്പോൾ പാകത്തെ വേവായിരിക്കും. അങ്ങനെ നമ്മളെ ചക്കരച്ചോറ് വെക്കാനുള്ള തേങ്ങ, അരി, ഉള്ളി, ഉപ്പും ഇട്ടുകൊണ്ട് നന്നായി തിരുമ്മിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കട്ടോ. ആദ്യം ഫ്ലെയിമിൽ നല്ലോണം ഫ്ലെയിം ഫുള്ള് ഫ്ലെയിം ആക്കിയിട്ട് ഒരു വിസിൽ വന്നിട്ട് പിന്നെ ഒന്ന് ചെറുതാക്കട്ടോ. ചെറുതാക്കിയിട്ടൊരു വിസിലൂടെ വന്നാൽ മതി. എന്നിട്ട് വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. കറക്റ്റ് ഭാഗമായിരിക്കും. അങ്ങനെ ഗെയ്സ് നമ്മളെ കുക്കറൊക്കെ ഒന്ന് വിസിലേറ്റെ അപ്പോൾ തന്നെ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഞാൻ അപ്പോൾ ഇങ്ങനത്തെ 2 വലിയ ശർക്കര കേട്ടോ അതിലേക്ക് ചേർത്തിക്കണത്. കറക്റ്റ് അളവായിരുന്നു മധുരം. ഇതിന് നിങ്ങൾക്ക് അധികം മധുരം വേണമെങ്കിൽ ഒരു ശർക്കരയും കൂടി ചേർത്തോളൂ കേട്ടോ. ഇതിപ്പോൾ 2 ചേർത്തപ്പോൾ തന്നെ നല്ലൊരു പാകത്തെ മധുരമായിരുന്നു. ഇനി അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ശർക്കരയും കൂടി ചേർത്തോളൂ. ഇതൊക്കെ ഒന്ന് നന്നായി തിളപ്പിച്ചിട്ടേ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ, ഒന്ന് ഉരുകി വരട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ചളിയും കരടൊക്കെ ഉണ്ടെങ്കിൽ അടി പൊയ്ക്കോളും, കല്ലൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ ഇങ്ങനെ ഉരുക്കി വരട്ടെ, നല്ലോണം ഉരുകട്ടെ. അപ്പോൾ തന്നെ നമ്മളെ അരി വേണുണ്ടാവും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ശർക്കര ചോറ്. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നു, ഞങ്ങളെ വല്യമാരൊക്കെ ഈ ബറാത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിന് അത് പ്രത്യേക ടേസ്റ്റാണ്. അതിപ്പോൾ ഇന്നുണ്ടാക്കി നാളെ കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റാട്ടോ. ഒന്ന് തണുത്ത് കഴിക്കുമ്പോഴേ. അങ്ങനെ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ടേ ഒരു വിസിലും കൂടി വരുത്താം. ഒരു കറക്റ്റ് അളവാക്കാരം അതിൻ്റെ വേഗ്. അങ്ങനെ അതൊക്കെ വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയാൽ കേട്ടോ. നോക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചോളൂ. എനിക്കിതിങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ നല്ലോണം വെന്ത് ഇളക്കി നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ഉണ്ടല്ലോ അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. ഇത് കറക്റ്റ് അളവായിരുന്നു കേട്ടോ. ഈ 2 ശർക്കര ഇതിലേക്ക് ഒഴിച്ചപ്പോൾ മധുരം നല്ല പാകമായിരുന്നു. ഇനി നമുക്ക് അതും കൂടി ഒഴിച്ചിട്ടേ ഒരു തുള്ളി വെള്ളം കൂടി അതിലൊന്ന് കലക്കിങ്ങാണ്ട് അതിലൊഴിച്ചിട്ട് ഒരു വിസിലും കൂടി വരുത്തട്ടോ. ഒറ്റ വിസിൽ വന്നാൽ മതി. പിന്നെ ഞങ്ങൾ ആ വിസിൽ വരുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വിസിലൊക്കെ കളഞ്ഞോളി. അപ്പം നല്ലോണം ശർക്കരയൊക്കെ അതിൽ നല്ലോണം അരിയിലൊക്കെ പിടിച്ചിട്ടേ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു വിസിൽ വന്നിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വിസിലൊക്കെ കളയാം, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. അപ്പം നല്ലോണം ശർക്കരയും അരിയും തേങ്ങയും ഉലുവയും ഒക്കെ പാടാൻ വെന്തിട്ട് നല്ലൊരു മണം ഉണ്ടാവും.
നല്ലൊരു ടേസ്റ്റാട്ടോ, ഒരു കുഴഞ്ഞ രൂപത്തിലുണ്ടാവും. ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ശർക്കര ചോറാണ്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഒരല്പം നെയ്യായി കൊഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഗെയ്സ്, അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു മണമാണ്. നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് വിളമ്പി വെക്കാം. നല്ലൊരു ശർക്കര ചോറാട്ടോ, അത് നല്ല രസമാണ്. ഇത് പണ്ടത്തെ രീതിയിലാണ് ഉണ്ടാക്കിയത്, പഴമക്കാർ വല്യമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൊണ്ടു, ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമുക്ക് ഒരു വാഴൻ്റെ വാട്ടിയിട്ടേ അതിക്കൊന്ന് വിളമ്പട്ടോ. വാഴൻ്റെ ഇലയിൽ കഴിക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു പപ്പടവും 2 പഴമൊക്കെ കൂട്ടിയിട്ടേ കഴിച്ചാണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാട്ടോ. നമ്മൾ പണ്ട് വെച്ചിന് അതേപോലത്തെ ടേസ്റ്റാണ്. വാഴൻ്റെ ഇല വാട്ടിങ്ങാണ്ട് അതിലൊക്കെ ആ വാഴൻ്റെ ഇലൻ്റെ ഒരു മണം കൂടിയും കിട്ടുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൊണ്ടു, കമൻസൊക്കെ അറിയിക്കൊണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണ്ട, നമ്മളൊന്ന് ഫോളോ ചെയ്യുകൊണ്ടു. താങ്ക് യു ഫോർ വാച്ച്. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക്സ്.